നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കഴിഞ്ഞതിനേക്കാൾ ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. ഇനി ആ ഫൈൻ ആർട്സ് കോളേജിലെ പഠിത്തം കൂടി ആവുമ്പോ പെർഫെക്റ്റ് ആവും. ഫൈൻ ആർട്സ് കോളേജ് ഒന്നും നടക്കില്ല കുഞ്ഞേച്ചി. ഇത് വെറും ടൈം പാസ്, അത്ര തന്നെ. അതെന്താടി, എഡ്യൂക്കേഷൻ ലോണിന് കൊടുത്തിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞു അവര്. ബാങ്ക് മാനേജർക്ക് നമ്മളെ വിശ്വാസമില്ലാന്ന് പറഞ്ഞു. ലോൺ തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടെന്ന് തോന്നിയാലേ അവര് സാങ്ഷൻ ചെയ്യൂ. ഷെടാ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നിന്റെ വലിയ ആഗ്രഹമായിരുന്നല്ലോ ചിത്രകല ശാസ്ത്രീയമായിട്ട് പഠിക്കണമെന്നുള്ളത്. ആഗ്രഹമായിട്ട് തന്നെ കിടക്കും, അത്ര തന്നെ. അത്രയും അല്ല. ഇത് നിനക്കുള്ളതാ. ഫൈൻ ആർട്സ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ. ചേച്ചി, ഇത്രയും കാശ് ഇതെവിടെ നിന്നാണെന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം എനിക്ക് നിങ്ങളോടുള്ള ഒരു മറു ചോദ്യമാണ്. ആര്യക്ക് ഈ പഠിക്കാനുള്ള ആഗ്രഹം നിങ്ങൾ രണ്ടാളും എന്തിനാ എന്നിൽ നിന്ന് മറച്ചു പിടിച്ചത്? ഈ ചേച്ചി അത്രയ്ക്ക് കഴിവുകെട്ടവളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നല്ലേ? അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും കരുതല്ലേ. ഇപ്പൊ തന്നെ ഞങ്ങള് 3 പേരുടെ എല്ലാ കാര്യവും ചേച്ചിയുടെ ചുമതലയിലുണ്ട്. അതിന്റെ കൂടെ ഈ ഭാരവും കൂടി വെച്ചാ. അല്ലെങ്കിലും പടം വരയ്ക്കാൻ വലിയ കോളേജിലൊന്നും പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല വല്യേച്ചി. ഈ ലോകത്തുള്ളവരെല്ലാം കോളേജിൽ പോയി പഠിച്ചിട്ടാണോ പടം വരയ്ക്കുന്നത്? നമ്മള് ചുമ്മാതങ്ങ് പേപ്പറും പേനയും എടുത്തങ്ങ് തുടങ്ങാ, വരച്ചങ്ങ് നന്നായിക്കോളും. എന്നിട്ടാണോടി നീ ബാങ്കിൽ പോയി കാവല് കിടന്നത് എഡ്യൂക്കേഷണൽ ലോണിന്? വെറുതെ നമ്പർ ഇറക്കരുത്. ഞാനേ നിന്റെയൊക്കെ ചേച്ചിയാണ്, ശത്രു അല്ല. നിക്കവിടെ. എടി പിള്ളരെ, നിങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതിനപ്പുറം എനിക്ക് എന്ത് സന്തോഷമാണുള്ളതെന്ന് പറ. ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞ നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാതെ അതൊക്കെ ഇട്ടെറിഞ്ഞു പോന്നപ്പോ ഞാൻ ഒറ്റയ്ക്കായി പോയില്ലല്ലോ എന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആശ്വാസം. നിങ്ങളുടെ കണ്ണ് നിറയാതെ ഈ കാലം അത്രയും കാത്തു സൂക്ഷിച്ചു വളർത്തി എന്നതാണ് എന്റെ എന്നത്തെയും ആനന്ദം. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി ഇനിയും ഈ ചേച്ചി എന്തും ചെയ്യും. നിങ്ങളുടെ സന്തോഷത്തിനപ്പുറം എനിക്ക് നേടാനായി വേറെ ഒന്നുമില്ല. ആര്യ പഠിക്കണം, നല്ല ചിത്രകാരിയായി നീ വളരണം. അത് കാണാനാ ഈ ചേച്ചി കാത്തിരിക്കുന്നത്. അതിനാ ഞാൻ എന്റെ സ്വർണവളകൾ വിറ്റതും. വല്യേച്ചി, സാരമില്ല പിള്ളേരെ, സ്വർണമല്ലേ, നാളെ ആയാലും വാങ്ങാം. വിദ്യാഭ്യാസവും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുമ്പോഴേ കിട്ടൂ. ആ അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. വാ, വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നാ നമുക്കിതങ്ങ് ആഘോഷിക്കാം. നമസ്കാരം കൊച്ചു വക്കീലേ. ഗുഡ് മോർണിംഗ്. സുഖല്ലേ? ഇവനെന്തിനാ ഇപ്പൊ എന്റെ പുറകെ വന്നിരിക്കുന്നത്? നാശം പിടിച്ചവനെ കാണുന്നു തന്നെ പുസ്തകമാണല്ലോ.
അമ്പരപ്പ് പോലെ നമ്മൾ കണ്ടിട്ടുണ്ട് പല തവണ. സാറിന് എന്താ വേണ്ടത്? ഇതെന്താ ഒരു സിനിമാ സ്റ്റൈലിൽ വഴിതടയിലൊക്കെ? കുറച്ച് സ്റ്റൈലൊക്കെ വേണ്ടേ കൊച്ചു വക്കീല്? മിനിമം ഞാൻ തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെ ഗൃഹനാഥനല്ലേ? കാലം കുറച്ചൊക്കെ മാറി, വേഷവും ഭാഷയൊക്കെ പുതുതായെങ്കിലും കാടെന്നും കാടും പുലിയെന്നും പുലിയുമായിരിക്കും. ഒരിക്കലും പൂച്ചയാവില്ല. സോറി, സാറ് പുലിയോ പൂച്ചയോ എന്ത് വേണേലും അയക്കും. ഞാൻ എന്ത് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് പോയിന്റ്. ഞാൻ വന്നത് വക്കീലിനൊരു വക്കാലത്ത് തരാൻ വേണ്ടിയല്ല, മറ്റൊരു ഡീൽ ഉറപ്പിക്കാൻ. എന്ത് ഡീല്? പഴയ ചില ഡോക്യുമെന്റ്സിന്റെ ഡീൽ. വാസ്തവത്തിൽ അത് കൈകാര്യം ചെയ്തിരുന്നത് വലിയ വക്കീല് പത്മനാഭദാസ് ആണെന്ന് അറിയാം. അദ്ദേഹം പക്ഷെ എവിടെ പോയെന്ന് നമുക്ക് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. വർഷം ഇത്രയും കഴിഞ്ഞ സ്ഥിതിക്ക് കാശി രാമേശ്വരത്തിലേക്കോ മറ്റോ വല്ല തീർത്ഥയാത്രയ്ക്കും പോയെന്ന എന്റെ ഒരു വിശ്വാസം. സാറിന്റെ വിശ്വാസം സാറിനെ രക്ഷിക്കട്ടെ. ഇപ്പോഴും ഡീൽ എന്താണെന്ന് പറഞ്ഞില്ല. വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള സ്വഭാവമാണല്ലോ ഉച്ച വക്കീലിന്. എനിക്കിഷ്ടപ്പെട്ടു. ആ ഇഷ്ടത്തിന് വലിയൊരു വില തരും ഞാൻ. പകരം നീ എനിക്ക് തിരിച്ചു തരേണ്ടത് തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ഒറിജിനൽ ഡോക്യുമെന്റ്സ്. ഓഹോ, അതാണ് ലക്ഷ്യം. എന്നാ കേട്ടോളൂ, ഈ പറഞ്ഞ ഒരു പ്രമാണങ്ങളുടെ രേഖകളൊന്നും എന്റെ കയ്യിലില്ല. അത് കള്ളം. എല്ലാം കൊച്ചു വക്കീലിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ അച്ഛൻ പത്മനാഭദാസിന്റെ പഴയ കേസുകെട്ടിലിരിക്കുന്ന ട്രങ്ക് പെട്ടി ഒന്ന് പരതിയാ മതി, കിട്ടും. സോറി സർ, പഴയ കേസുകളൊക്കെ പഴയ വക്കീല നോക്കുന്നത്. തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് അദ്ദേഹം തന്നെ എടുത്ത് തന്നുള്ളതല്ല. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഐ എം എ ബിസി മാൻ. You are mistaken. You are totally mistaken, Mr. Advocate. പറഞ്ഞില്ലേ, കാലം മാറി, വേഷവും ഭാഷയും മാറിയെങ്കിലും ഇപ്പോഴും ഇത് തൃപ്പങ്ങോട്ട് ദേശം തന്നെയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.